ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സയൻസ് വിത്ത് ജാംസിലേക്ക് സ്വാഗതം. LP UP LD പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എല്ലാവരും അല്ലേ? എസ്പെഷ്യലി അടുത്ത് വരാൻ പോകുന്ന UPSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓടി പിടിച്ചുള്ള പഠനത്തിലാണ് എല്ലാവരും എന്നറിയാം. അപ്പൊ അതിലേക്കായിട്ട് നമുക്ക് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള 2023 നടന്നിട്ടുള്ള LP UP NCA ക്വസ്റ്റ്യൻ പേപ്പറിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് ചെയ്തു നോക്കിയാലോ അല്ലെ? അപ്പോ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയ നമ്മൾ ഒന്നുകൂടി പഠിക്കണം, ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടും. മാത്രമല്ല, ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ NCA ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെയ്തു തരാമോ എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ NCA ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലുള്ള സയൻസ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് മൊത്തമായിട്ട് നമുക്ക് ഇന്നൊന്ന് ഈ വീഡിയോയിലൂടെ ചെയ്തു നോക്കാം. ആദ്യം കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി സ്പീഡിൽ പറയാം. എങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരത്തിലേക്കും എക്സ്പ്ലനേഷനിലേക്കും പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സമയമില്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ കെമിസ്ട്രി ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്യാം. ഓക്കെ ആണല്ലോ? കമോൺ, നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിന്റെ ഘടകമൂലകം ഇവയിൽ ഏതാണ്? ഇതൊരു കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ: ക്രോമിയം, ടിന്ന്, സിങ്ക്, നിക്കൽ. ഇത്രയുമാണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് റൈറ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ശരി, ഞാൻ നേരെ ഉത്തരത്തിലേക്ക് പോകാം. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന്റെ പേര് സോൾഡർ അയൺ എന്നാണ്. സോൾഡർ അയൺ. സോൾഡർ അയൺ നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ ലോഹങ്ങൾ ചേർത്തിട്ടാണ്? ലെഡും ടിന്നും ചേർത്തിട്ടാണ്. ലെഡും ടിന്നും. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. ടിന്നാണ് ഇതിലെ ലോഹസങ്കരം. ഓക്കെ, അപ്പൊ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിക്ക് പറയുന്ന പേരാണ് ലോഹസങ്കരം എന്ന്. അപ്പൊ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ, ചിലയിടങ്ങളിൽ അലോഹവും ഉണ്ടാവും. ഇങ്ങനെ ഇവ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ലോഹസങ്കരം എന്ന് പറയുന്നത്. പല ലോഹസങ്കരങ്ങളും, വളരെ പ്രധാനപ്പെട്ട കുറെ ലോഹസങ്കരങ്ങളുണ്ട്. അവയെല്ലാം എക്സാമിന് സാധാരണയായിട്ട് വരുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറയട്ടെ. ഫ്യൂസ് വയറായി സോൾഡർ അയൺ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കാരണം എന്ത് എന്ന്. ഫ്യൂസ് വയറായി ഈ സോൾഡർ അയണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സോൾഡർ അയണിന് ദ്രവണാങ്കം വളരെ കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് അത് ഉരുകിപ്പോകും. ഇനിയോ, പ്രതിരോധം കുറച്ച് കൂടുതലാണ്. റെസിസ്റ്റൻസ്, പ്രതിരോധം ഇത്തിരി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഫ്യൂസ് വയർ വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി കടന്നു വരുന്നത്. സോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത്, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് വലിയ കറണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത് ഈ ഫ്യൂസ് വയർ വഴിയാണ്. അപ്പൊ ഈ ഫ്യൂസ് വയർ വഴി വരുമ്പോൾ നോർമലി അല്ലെ, ഓൾറെഡി പ്രതിരോധമുള്ള ആളാണ് സോൾഡർ അയൺ. ഇനി വരുന്നത് വലിയ കറണ്ട് ആയാലും പ്രതിരോധിക്കും. തൽഫലമായിട്ട് എന്ത് ചെയ്യും? അവിടെ ചൂട് കൂടും, പെട്ടെന്ന് തന്നെ ഉരുകി സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ ഫ്യൂസ് വയർ ഗാർഹിക ഉപകരണങ്ങളെ, അതുപോലെ വീടിനെ തീപിടുത്തത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നു. സോ ഈ രണ്ട് ചോദ്യവും ഓർത്തിരിക്കുക. PSCക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത് ഫ്യൂസ് വയറിലെ ഘടക മൂലകങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ലെഡ്, പിന്നൊന്ന് ടിന്ന്. ലെഡും ടിന്നും. ഇനി ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ ലോഹസങ്കരമായിട്ട് ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വളരെ താഴ്ന്ന ദ്രവണാങ്കവും ഉയർന്ന പ്രതിരോധവുമാണ്. ഓക്കെ, ഏറ്റവും ഉയർന്ന പ്രതിരോധം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കം എന്നല്ല കേട്ടോ പറഞ്ഞത്. താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കം, ഉയർന്ന പ്രതിരോധമാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ അഡീഷണലി നമുക്കൊന്ന് പഠിച്ചു പോകാം. ജസ്റ്റ് ഉള്ള സമയം കൊണ്ട് നമുക്ക് മാക്സിമം ഒന്ന് നോക്കാം അല്ലേ? അതായത് ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ കൂടെ ഇത്തിരി ബിസ്മത്ത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലോഹസങ്കരമാണ് റോസ് മെറ്റൽ. റോസ് മെറ്റൽ. UPSC പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു ലോഹസങ്കരം കൂടി പറഞ്ഞുതരാം. നിക്രോം. നിക്രോം. ഈ നിക്രോമിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാ? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. ഇവയാണ് പ്രധാന ലോഹസങ്കരങ്ങൾ, ഘടകലോഹങ്ങൾ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇത് ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ. ഇതിന് വളരെ ഉയർന്ന പ്രതിരോധവും വളരെ ഉയർന്ന ദ്രവണാങ്കവും ആയതുകൊണ്ട് തന്നെ ചുട്ടുപഴുത്ത് അല്ലെ സാധനങ്ങളെയൊക്കെ
ചൂടാക്കുന്നത് കൊണ്ട് ഇസ്തിരിപ്പെട്ടി, വാട്ടർ ഹീറ്റർ, കെറ്റിലുകൾ, ഇതിനൊക്കെ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. ഓക്കെ, സോ ലോഹസങ്കരം എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ലോഹസങ്കരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. താഴെ പറയുന്നവയിൽ സിങ്കിന്റെ അയിരല്ലാത്തതേത്? സിങ്കിന്റെ അയിര് അല്ലാത്തതേത്? ഓപ്ഷൻ നോക്കിയേ. സിങ്ക് ബ്ലെൻഡ്, സിഡറൈറ്റ്, കലാമൈൻ, സ്പാലറൈറ്റ്. സിങ്കിന്റെ അയിരല്ലാത്തതേത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോ ഒരു കാര്യം ഞാൻ തമാശക്കായാലും പറയാറുണ്ട്, 2023 സിങ്കിന്റെ അയിര് ചോദിച്ച് സിങ്കിന് തന്നെ നാണക്കേടായി എന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഒരുപാട് തവണ ഈ സിങ്കിന്റെ അയിര് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ലോഹസങ്കരങ്ങൾ കൂടാതെ അയിരുകൾ എന്ന് പറയുന്ന ഏരിയ കൂടി നമ്മളൊന്ന് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട അയിരുകൾ, ചില അയിരുകൾ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയിരുകൾ. ഇപ്പൊ നമുക്ക് സിങ്കിന്റെ അയിരുകൾ നോക്കാം. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത് എന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം വരുന്നത് സിഡറൈറ്റ് ആണ്. സിഡറൈറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുന്നു. സിങ്കിന്റെ അയിരുകൾ, പ്രധാനപ്പെട്ട അയിരുകൾ അപ്പൊ ഏതൊക്കെയായിരിക്കും? സിങ്ക് ബ്ലെൻഡ്, കലാമൈൻ, സ്പാലറൈറ്റ്. ഇതെല്ലാം സിങ്കിന്റെ അയിരുകളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. സിങ്കിന്റെ അയിരുകളെല്ലാം നമുക്ക്, ഞാൻ പൊതുവെ പറയാം, നമ്മൾ ഓർത്തിരിക്കാൻ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ് എന്ന് ഓർത്തിരിക്കുക. കാര്യം സിങ്ക് ബ്ലെൻഡ് അല്ലെ, നമ്മൾ പറയില്ലേ ഫേസ് ക്രീം അല്ലെങ്കിൽ അതൊക്കെ തേക്കുമ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇല്ലേ? അങ്ങനെ ബ്ലെൻഡ്. അതുപോലെ കലാമൈൻ ലോഷൻ പുരട്ടുന്നു. അതുപോലെ സ്പാലറൈറ്റ്, സ്പായിൽ പോകുന്നു അല്ലെ, ഹെയർ സ്പാ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. സോ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ് സിങ്കിന്റെ അയിരുകൾക്ക് വരുന്നത്. അയിരുകൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ സിങ്ക് തന്നെയാണ്. ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുള്ളതാണ്. 1-2 അയിരുകൾ കൂടി നമുക്ക് ഇതിനോട് കൂടെ പഠിക്കാം. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗവും ഒരു പക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെ വന്നാൽ ലീച്ചിങ് ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ദെൻ അടുത്തത് ഇരുമ്പ്. ഇരുമ്പിന്റെ അയിരുകൾ അല്ലെ, ഇരുമ്പിന്റെ അയിര്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, സിഡറൈറ്റ് അല്ലെ. ഈ സിഡറൈറ്റ് ആക്ച്വലി എന്തിന്റെ അയിരാണ്? ഇരുമ്പിന്റെ അയിരാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണോ? ഇരുമ്പിന്റെ അയിരുകൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് അല്ലെ, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന സാധനമാണ് അയൺ പെറൈറ്റിസ്. വിഡ്ഢികളുടെ സ്വർണം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിഡറൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇത് ഇരുമ്പിന്റെ അയിരുകളാണ്. ഇതിലെല്ലാം PSCക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭാഗവും എനിക്ക് കട്ട് ചെയ്യാനാവുന്നില്ല. ഇനി ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ അതിന്റെ രാസസൂത്രം കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം Fe2O3 ആണ്. മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം Fe3O4 ആണ്. ഞാൻ ഓർത്തിരിക്കാനായിട്ട് പറയാം, ഹേമറ്റൈറ്റ് മൂത്താൽ കിട്ടുന്ന സാധനമാണ് മാഗ്നറ്റൈറ്റ് എന്നാണ്. ഇരുമ്പിന്റെയും ഒരെണ്ണം കൂടുതലാണ്, ഓക്സിജൻ ആറ്റവും ഒരെണ്ണം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. UPSC പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു അയിര് കൂടി ചോദിക്കാം. തോറിയത്ത് മോണോസൈറ്റ് എന്തിന്റെ അയിരാണ്? UPSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോണോസൈറ്റ് എന്തിന്റെ അയിരാണ്? മോണോസൈറ്റ് എന്തിന്റെ അയിരാണ്? ഇനി അങ്ങനെ അല്ലാതെ മോണോസൈറ്റ് വീണ്ടും എക്സാമിന് ചോദ്യം വന്നിട്ടുള്ളതാണ്. അതായത് കേരളത്തിലെ തീരമണലിൽ കാണപ്പെടുന്ന ആണവ പ്രാധാന്യമുള്ള ധാതു ഏത്? ഇതിനൊക്കെ ഉത്തരം മോണോസൈറ്റ് തന്നെയാണ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിന്റെ അയിരാണ്. തോറിയത്തിന്റെ അയിരാണ്. യുറേനിയത്തിന്റെ അയിരൊന്ന് പഠിച്ചു വെക്കുക. വളരെ ആണവ പ്രാധാന്യമുള്ള ഒരു മൂലകമാണ് യുറേനിയം. പ്രതീക്ഷയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകമാണ് യുറേനിയം. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. അതുപോലെ തന്നെ കാർണോടൈറ്റ്. പിച്ച് ബ്ലെൻഡ്, കാർണോടൈറ്റ്. ഇതെല്ലാം രണ്ടും യുറേനിയത്തിന്റെ അയിരുകളാണ്. പിച്ച് ബ്ലെൻഡ്, കാർണോടൈറ്റ്. ഇത് ഓർത്തിരിക്കാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കാരണവന്മാരുടെ അടുത്ത് അല്ലെ പ്രായമായവരുടെ അടുത്താണ് പോയി കിടക്കുക. അപ്പൊ കാരണവരുടെ അടുത്ത് കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബെഡിൽ പണി പറ്റിച്ചാൽ കാരണോര് പിച്ചും.
ഓക്കെ, അപ്പൊ യുറേനിയം എന്ന് പറയുന്നത് നമുക്ക് യൂറിൻ എന്ന രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കിടക്കയിൽ യൂറിൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കാർനോര് പിച്ചുമെന്ന് ആലോചിക്കുക. ലോഹസങ്കരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അയിരുകൾ എന്ന് പറയുന്ന ഭാഗവും വളരെ എളുപ്പമാണ്. അപ്പം ഓർത്തിരിക്കേണ്ടതാണ്, നന്നായിട്ട് പഠിക്കുക. അയിര് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ ഭാഗം ഒന്നുകൂടി റിവൈസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഓക്കെ, അടുത്തത് 30ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഇതിന്റെ ഉത്തരം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, ഞാൻ ഉത്തരം പറയാം. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, ഇതിനെയാണ് 666 എന്ന് പറയുന്നത്. ഓക്കെ, ബെൻസീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് സംയുക്തമാണ്. ബെൻസീന്റെ രാസസൂത്രം ഇനി നിങ്ങൾക്ക് അഥവാ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല. ഈ ബെൻസീന്റെ ഈ ഒരു ഘടന, ഒരു ഹെക്സഗൺ പഠിച്ചു വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹെക്സഗണിന്റെ ഉള്ളിൽ ഒരു റൗണ്ട്, ഇതാണ് ബെൻസീന്റെ ഘടന. ഇനി നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കോർണറിലും ഓരോ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓരോ കാർബൺ ആറ്റങ്ങളുടെ കയ്യിലും ഓരോ ഹൈഡ്രജനും ഉണ്ട്. ഇതാണ് ബെൻസീന്റെ ഘടന. ഇതാണ് ബെൻസീന്റെ ഘടന. നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. ഒറ്റ ഹെക്സഗൺ, ഓരോ കോർണറിലും ഓരോ കാർബൺ, ഓരോ കാർബണിന്റെ കയ്യിലും ഓരോരോ ഹൈഡ്രജൻ. സോ കെമിക്കൽ ഫോമുല എന്ത് വരും? C6H6. C6H6 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തത് സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? സോഡിയം അമാൽഗം ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ലായനി, കൊളോയിഡ്. ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് സോഡിയം അമാൽഗം എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എനിക്കിവിടെ നല്ല ജലദോഷം ആയതുകൊണ്ട് സൗണ്ട് സിസ്റ്റത്തിനൊക്കെ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടാവുക. ഓക്കെ, നോക്കാം നമുക്ക് ഇതിന്റെ ആൻസർ. സോഡിയം അമാൽഗം. ഞാൻ ഇതിനു മുമ്പ് ലോഹ സങ്കരം പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിയാണ് അയിരുകൾ, ഇത് ലോഹസങ്കരങ്ങൾ. അതുപോലെ തന്നെ ഒരു ലോഹസങ്കരമാണ് അമാൽഗം. പിന്നെ എന്തുകൊണ്ടാ അമാൽഗത്തിന് വേറൊരു പേര് വന്നത്? അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലോഹത്തിന്റെയും ലോഹസങ്കരങ്ങൾ പറയുമ്പോൾ ഈ ഒരു ലോഹസങ്കരത്തില് ഒരാള് മെർക്കുറി ആണെങ്കിൽ അതിനെ നമ്മൾ അമാൽഗം എന്ന് പറയും. അപ്പൊ ലോഹം പ്ലസ് മെർക്കുറി ചേർന്ന് കഴിഞ്ഞാലാണ് നമ്മൾ അവയെ അമാൽഗം. അപ്പൊ മെർക്കുറി ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? അമാൽഗമുകൾ എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം റെഡിയായി. എന്താ? ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ എന്നുള്ളത് ഉത്തരം അവിടെ തന്നെ ക്ലിയർ ആയി. ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ തന്നെ ഏകാത്മക ഖരലായനിയാണ്. സോ ഇതിന്റെ ഉത്തരം ഏകാത്മക മിശ്രിതമാണ്. ഇനി എന്താണ് ഈ അമാൽഗത്തിനെ കുറിച്ച് വേറെ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്? അപ്പൊ ലോഹസങ്കരങ്ങളുടെ കൂടെ മെർക്കുറി വന്നു കഴിഞ്ഞാൽ അവയെ അമാൽഗം എന്ന് വിളിക്കാം. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ, കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിൻ അമാൽഗമാണ്. ടിൻ അമാൽഗം പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ടിൻ അമാൽഗത്തിൽ ആരൊക്കെ കാണുമോ? ടിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെർക്കുറി ഉണ്ടായിരിക്കും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 1-2 തവണ പല രീതിയിലായിട്ട് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാക്കാത്ത ലോഹങ്ങൾ ഏവ? ഇപ്പൊ ലോഹങ്ങളുടെ കൂടെ മെർക്കുറി ചേർത്ത് കഴിഞ്ഞാൽ അമാൽഗം ഉണ്ടാകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയായാലും മെർക്കുറിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകൂല, മെർക്കുറിയുമായി ചേർന്ന് ലോഹസങ്കരം ഉണ്ടാക്കാനാവൂല എന്ന് ഉറച്ച തീരുമാനമെടുത്ത 1-2 ലോഹങ്ങളുണ്ട്. നമ്മൾ അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് അത് നോക്കല്ലേ. ഒന്നാമത്തെ ആള് ഇരുമ്പ്, 2 പ്ലാറ്റിനം, 3 ടങ്സ്റ്റൺ, 4 ടെൻറ്റാലം. ഇരുമ്പ്, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ടെൻറ്റാലം. ഇരുമ്പ്, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ടെൻറ്റാലം. ഇത്രയും ആളുകളാണ് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാക്കാൻ
താല്പര്യമില്ലാത്ത ലോഹങ്ങൾ, താല്പര്യമില്ലാത്ത ലോഹങ്ങൾ. സോ അമാൽഗം ഉണ്ടാക്കില്ല, അമാൽഗം ഉണ്ടാക്കില്ല എന്ന് ഓർത്തിരിക്കുക. ഇത് PSCക്ക് 2-3 രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാക്കുന്നതെന്നും താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാക്കാത്തത് എന്നുള്ള രീതിയിലും 2 രീതിയിലും PSCക്ക് ചോദ്യം വന്നതാണ്. സോ ഈ ലോഹങ്ങളെ ഓർത്തിരിക്കുക, ഇവയാണ് അമാൽഗം ഉണ്ടാക്കാത്തത്. ഓക്കെ ആണ്. ഇരുമ്പ്, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ടെന്റാലം. ഓക്കെ, അപ്പൊ ഈ 4 പേരെയും ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഞാനിങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇരുന്ന് പ്രാഗിയാലും ടങ്സ്റ്റൺ, ടെന്റാലം അല്ലെ തന്തക്ക് വിളിച്ചു കഴിഞ്ഞാലും അമാൽഗം ഉണ്ടാക്കില്ല. ഓക്കെ, ഇരുന്ന് പ്രാഗിയാലും തന്തക്ക് വിളിച്ചാലും ഇവരെന്തുണ്ടാക്കില്ല, അമാൽഗം ഉണ്ടാക്കില്ല. അപ്പൊ ആ 4 പേരെയും ഓർത്തിരിക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം പ്രവചിക്കുക എന്നാണ്. അപ്പൊ മഗ്നീഷ്യവും നൈട്രജനും ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന്റെ രാസസൂത്രം എന്തായിരിക്കും എന്ന് നമ്മളോട് പ്രവചിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഉത്തരം കണ്ടെത്താനാവുമോ എന്നൊന്ന് ശ്രമിക്കുക. ഞാൻ ഉത്തരം പറയാം. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്ന്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ ഒക്കെ സംയോജകത നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സംയോജകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള മൂലകങ്ങളുടെ കഴിവ് എന്നാണ് നമ്മൾ അവയുടെ ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. സംഗതി സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കി വെക്കുക. ഒരു മൂലകം ഒരാൾക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നവരാണോ വാങ്ങുന്നവരാണോ, കൊടുക്കുന്നവരാണെങ്കിൽ ആ കൊടുക്കുന്ന എണ്ണം, അല്ലെങ്കിൽ വാങ്ങുന്നവരാണെങ്കിൽ ആ വാങ്ങുന്ന എണ്ണം, ആ എണ്ണത്തിനെ പറയുന്ന പേരാണ് സംയോജകത. ഇപ്പൊ സിംപിളി നമ്മൾ ആലോചിക്കുകയാണ്, ഒരു ലോഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓക്കെ, ആ ലോഹവുമായി കമ്പനി ആയാൽ എനിക്ക് എത്ര ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കിട്ടും, അല്ലെങ്കിൽ ഞാൻ എത്ര ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അയാൾക്ക്, ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയാളുടെ സംയോജകത. സാധാരണയായിട്ട് നമുക്ക് പീരിയോഡിക് ടേബിൾ വെച്ച് ഇത് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. പീരിയോഡിക് ടേബിൾ നമ്മൾ ഇങ്ങനെയാണ് പറയാ അല്ലെ. പീരിയോഡിക് ടേബിൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ആവർത്തന പട്ടിക അല്ലെ. പീരിയോഡിക് ടേബിളില് 1, 2 ഗ്രൂപ്പ് അല്ലെ, മൊത്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മൾ നോക്കണ്ട, നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1, 2 ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡി ബ്ലോക്ക് മൂലകങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കുറച്ച് ഗ്രൂപ്പ് മൂലകങ്ങളുണ്ട് ഇല്ലേ. ഏതൊക്കെയാണത്? 13-ാം ഗ്രൂപ്പ്, 14-ാം ഗ്രൂപ്പ്, 15-ാം ഗ്രൂപ്പ്, 16-ാം ഗ്രൂപ്പ്, 17-ാം ഗ്രൂപ്പ്, 18-ാം ഗ്രൂപ്പ്. ഇത്രയും ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഞാനൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയണമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, പ്രധാനപ്പെട്ട മൂലകങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത്. അടുത്തത് ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം. അടുത്തത് ബോറോണ്, അലൂമിനിയം, ഗാലിയം. ദെൻ കാർബൺ, സിലിക്കൺ, ജെർമേനിയം. നെക്സ്റ്റ് വരുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്. ഇനിയുണ്ടല്ലേ മൂലകങ്ങൾ, ഞാൻ ഇമ്പോർട്ടന്റ് ആയ ആളുകൾ മാത്രമേ പറയുന്നുള്ളേ. ഓക്സിജൻ, സൾഫർ, സെലീനിയം. പിന്നെ വരുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസിൻ, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ മൂലകങ്ങൾ വേറെയുണ്ട്. ദെൻ ഇവിടെ ഹീലിയം വരും. അത് കഴിഞ്ഞാൽ നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ, ഒക്യാനസൺ, അങ്ങനെ മൂലകങ്ങൾ വീണ്ടും പോകും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട മൂലകങ്ങളെ ഞാൻ എന്തിനാണ് വരച്ചു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സംയോജകത ഏകദേശം അല്ലെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വേറെ മൂലകമാണ് സപ്പോസ് ചോദിക്കുന്നതെങ്കിലോ, അപ്പൊ നമുക്കതിന് ഉത്തരം കണ്ടെത്താനാവണ്ടേ. നോക്കാം. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 1 ഇലക്ട്രോൺ. നമുക്കറിയാം മൂലകങ്ങളുടെ എല്ലാം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ മൂലകങ്ങളും രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതൊക്കെ. അപ്പോ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യതമ ഷെല്ലിൽ 8 എത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 വഴിയുണ്ട്. ഒന്നുകിൽ ഇവരെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ആർക്കെങ്കിലും അങ്ങ് കൊടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ പിന്നെ 7 ഇലക്ട്രോണിനെ ആരെങ്കിലും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങാം. ഏതായിരിക്കും ഈസി? 1 ഇലക്ട്രോണിനെ അങ്ങ് കൊടുത്ത് ഒഴിവാക്കുന്നതന്നല്ലേ. എന്തായാലും നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിനെ അങ്ങോട്ട്
കൊടുത്തൊഴിവാക്കും. അപ്പൊ അതിനുശേഷം വരുന്നത് അവരുടെ ഷെല്ല് നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഷെല്ലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ സംയോജകത തികഞ്ഞു അല്ലെങ്കിൽ ബാലൻസി തികഞ്ഞു എന്ന് പറയാം. ഓക്കെ, അഷ്ടകം കംപ്ലീറ്റ് ആയി. ഇനി 1 എന്നുള്ളതാണ് അപ്പൊ അവരുടെ സംയോജകത എന്ന് പറയുന്ന എണ്ണം. ഇനി ഇത് കൊടുക്കുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഓക്സീകരണാവസ്ഥ +1 എന്നും പറയാട്ടോ. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ, ഇനി ഞാൻ ഒത്തിരി സ്പീഡാക്കുന്നുണ്ട്, രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ 2 ഇലക്ട്രോൺ ഇവരെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇനി അഷ്ടകം തയ്ക്കണം എന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോണിന് ആരെടുത്തെങ്കിലും തട്ടിപ്പറിക്കാം, അല്ലെങ്കിൽ കയ്യിലുള്ള 2 ഇലക്ട്രോൺ ആർക്കെങ്കിലും കൊടുക്കാം. ഇത് ഏതായിരിക്കും? 2 ഇലക്ട്രോൺ ആർക്കെങ്കിലും കൊടുക്കല്ലേ. സോ രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. ഇവരുടെ കൂടെ കമ്പനി ആയി കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിനെ കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഇനി ഇവരും തന്നെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതായതുകൊണ്ട് ഇവരുടെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് +2 ആണെന്ന് നമുക്ക് പറയാം. ഇനി ബോറോൺ, അലൂമിനിയം, ഗാലിയം ഇവരെല്ലാം 13ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഈ 13ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. സോ 3 എന്നുള്ള സ്ഥിതിക്ക് 8 എണ്ണം തികയണമെന്നുണ്ടെങ്കിൽ 2 വഴി വേഗം പറഞ്ഞോളൂ. 3 എണ്ണത്തിനെ കൊടുത്തൊഴിവാക്കാമോ 5 എണ്ണത്തിനെ വാങ്ങാമോ? ഏതായിരിക്കും കൂടുതൽ ഈസി? 3 എണ്ണത്തിനെ കൊടുക്കുന്നതല്ലേ കമ്പാരിറ്റീവ്ലി ഈസി അല്ലേ. സോ ഇവരുടെ ഓക്സീകരണാവസ്ഥ +3 ആണ്. വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. വാലൻസി എന്ന് പറയുന്നത് ആ നമ്പർ മാത്രമാണ് കേട്ടോ. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. 4 ഇലക്ട്രോണുകളുള്ള സ്ഥിതിക്ക് ഇവർക്ക് 4 എണ്ണം കൊടുക്കാം അല്ലെങ്കിൽ 4 എണ്ണം വാങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവർ 4 എണ്ണം കൊടുക്കാനും 4 എണ്ണം വാങ്ങാനും തൽക്കാലം താല്പര്യപ്പെടാത്ത ആളുകളാണ്. ഇവർ സഹസംയോജക രീതിയിലൂടെയാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. എന്നിരുന്നാലും താഴേക്ക് വരും തോറും ഇവർക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടി വരികയാണ് ചെയ്യുക. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറേവിയം ഇവരൊക്കെ വരുമ്പോൾ ലെഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ വേറെ എടുത്തു പറയുന്നത്. +2 ഓക്സീകരണാവസ്ഥയാണ് ലെഡ് കാണിക്കുന്നത്, ഓർത്തു വെക്കുക. +2 ഓക്സീകരണാവസ്ഥയാണ് ലെഡ് കാണിക്കുന്നത്. പൊതുവിൽ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 4 എന്ന് പറയാം. അവർ ഇലക്ട്രോൺ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. നേരെ 15ാം ഗ്രൂപ്പിലേക്ക് പോയാലോ. 15ാം ഗ്രൂപ്പ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം എന്നിവയാണ് 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓക്കെ, ആഴ്സനിക്, ആന്റിമണി. 15ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലില് 5 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ കഥ മാറി. 5 എണ്ണം, 4നേക്കാൾ കൂടുതൽ കയ്യിലുണ്ട്. ഇനി ഇപ്പൊ 5 എണ്ണം കൊടുക്കണോ അതോ 3 എണ്ണം വാങ്ങണോ? ഏതായിരിക്കും എളുപ്പം? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇവർ 3 ഇലക്ട്രോണിനെ വാങ്ങുന്നു. ഇവരുടെ സംയോജകത 3, ഓക്സീകരണാവസ്ഥ -3. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ബാക്കി പറയാം അല്ലെ. 16ാം ഗ്രൂപ്പ് ഓക്സിജൻ, സൾഫർ, സെലീനിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ -2 ആണ്. ഇവിടെയും ഒരു എക്സെപ്ഷൻ കേസ് നമുക്ക് ചോദ്യമായിട്ട് വന്നേക്കാം. ഓർത്തിരിക്കുക. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇതിൽ 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എല്ലാവരും +- ഓക്സീകരണാവസ്ഥ കാണിക്കുകയാണെങ്കിലും ടെലൂറിയം + ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഓക്കെ, താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസിൻ എന്ന് പറയുന്ന ഹാലോജനുകൾ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഓക്സീകരണാവസ്ഥ -1 ആണ്. അതായത് ഇവരുടെ സംയോജകത 1 ആണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളായ അലസവാതകങ്ങൾക്ക് അവരുടെ സംയോജകത 0 ആണ്. അവർ ഒരാൾക്കും ഇലക്ട്രോൺ കൊടുക്കുകയില്ല, വാങ്ങുകയില്ല, അതിന്റെ ആവശ്യം അവർക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇനി അലസവാതകങ്ങളെ കൂട്ടത്തിൽ, ഹാലോജനുകളുടെ കൂട്ടത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കുക. താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അയോഡിൻ എന്ന് പറയുന്ന മൂലകത്തെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അയാൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും വല്ലാതെ ആരെങ്കിലൊക്കെ. അപ്പൊ സപ്പോസ് നമുക്ക് ചോദ്യം ചോദിക്കുകയാണ്, അതായത് ഹാലോജനുകളിൽ + ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെ പറയാം? അയോഡിനെ പറയാം. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സംയോജകതയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചോദ്യത്തിൽ വന്നത് ആരും സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്നു എന്നാണ്. അതായത് ബോറോണും മഗ്നീഷ്യവും നൈട്രജനും സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ രാസസൂത്രം പറയാനാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോ വേണ്ടത് മഗ്നീഷ്യത്തിനെയും നൈട്രജനെയും കൂടി അങ്ങ് പിടിച്ച് കെട്ടിക്കണം. ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ കെട്ടിക്കുക എന്നാ കല്യാണത്തിന് പറയാ.
അപ്പൊ ഏതായാലും ഇവർ രണ്ടാളെയും കൂടി പിടിച്ചൊന്നങ്ങ് കെട്ടിക്കാൻ പോവാണ്. സോ മാഗ്നീഷ്യം നൈട്രജൻ കെട്ടാൻ വരുമ്പോ വെറുതെ കൈയും വീശി വന്നാ മതിയോ? അല്ല, കെട്ടാൻ വരുന്ന സമയത്ത് കയ്യിൽ അറ്റ്ലീസ്റ്റ് വരണമാല്യമെങ്കിലും വേണം. നൈട്രജന്റെ കയ്യിലുള്ള വരണമാല്യം എന്ന് പറയുന്നത്, മഗ്നീഷ്യത്തിന്റെ വരണമാല അല്ലെങ്കിൽ കയ്യിലുള്ള മാല എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിന്റെ സംയോജകതയായ 2. നൈട്രജന്റെ മാല എന്ന് പറയുന്നത് നൈട്രജന്റെ സംയോജകതയായ 3. ഇനി കല്യാണം നടത്തുക, അതന്നെ, അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഓക്കെ, മഗ്നീഷ്യം നൈട്രജൻ എന്ത് ചെയ്യുന്നു? നൈട്രജന്റെ മാല എടുത്ത് മഗ്നീഷ്യത്തിന് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. മഗ്നീഷ്യത്തിന്റെ മാല എടുത്ത് നൈട്രജനും അങ്ങ് ഇട്ട് കൊടുക്കുന്നു. സോ എങ്ങനെ വരും സുഹൃത്തുക്കളെ? ഇതിന്റെ രാസസൂത്രം ഒന്ന് നോക്കാം. Mg3n2. കണ്ടോ? നൈട്രജന്റെ മാല മഗ്നീഷ്യത്തിന് ഇട്ട് കൊടുത്തു, മഗ്നീഷ്യത്തിന്റെ മാല നൈട്രജൻ ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംയുക്തം നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രാസസൂത്രം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിലെ ഉത്തരം എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലെ, Mg3n2 എന്ന് പറയുന്നതാണ് അതിന്റെ രാസസൂത്രം. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ കൂടി നമുക്ക് ഇതിൽ ചെയ്യാം. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അലൂമിനിയവും ക്ലോറിനും ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് ഒന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കുക കേട്ടോ. അലൂമിനിയവും ക്ലോറിനും, ഇവരെ രണ്ടുപേരെയുമാണ് നമ്മൾ പിടിച്ചു കെട്ടിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ രാസസൂത്രം എന്ത് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? നമുക്ക് ഇവിടെ തന്നെ പിടിച്ച് കല്യാണം അങ്ങ് നടത്തിക്കാം. ഓക്കെ, ഒരിത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കല്യാണം അങ്ങ് നടത്താം. അലൂമിനിയം കല്യാണത്തിന് മാലയുമായി വന്നിട്ടുണ്ടോ? യെസ്, വന്നിട്ടുണ്ട്. ക്ലോറിൻ കല്യാണത്തിന് മാലയുമായി വന്നിട്ടുണ്ടോ? യെസ്, വന്നിട്ടുണ്ട്. അപ്പൊ മാല അങ്ങ് കൈമാറല്ലേ? അലൂമിനിയം തന്റെ കയ്യിലുള്ള മാല ക്ലോറിൻ ഇട്ട് കൊടുക്കുന്നു, ക്ലോറിൻ തന്റെ കയ്യിലുള്ള മാല അലൂമിനിയത്തിൽ ഇട്ട് കൊടുക്കുന്നു. സോ എന്തായിരിക്കും രാസസൂത്രം വരിക? AlCl3. ക്ലിയർ ആയോ? അപ്പൊ ഇതേ രീതിയിൽ ഇവരുടെ ഒരു ഏകദേശ ബാലൻസ്, ഇവർ എത്രാം ഗ്രൂപ്പ് മൂലകമാണ്, ഇവരുടെ ബാഹ്യ തമശിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് അവരുടെ ഏകദേശ ബാലൻസ് കിട്ടും. ബാലൻസ് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ഇവര് സംയുക്തങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രാസസൂത്രം എഴുതുന്നത് ഒരു വിഷയമല്ല. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? ആസിഡുകൾ ബേസുകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൂയിസ് അമ്ലം. അപ്പൊ വരാൻ പോകുന്ന UPSC എക്സാമിനും ഇതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാധാരണയായിട്ട് ചോദിക്കുന്നതാണ് ലൂയിസ് അമ്ലം എന്ന് പറഞ്ഞാൽ ആസിഡ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുമല്ലോ. ഞാൻ പെട്ടെന്ന് ഉത്തരം പറയുകയാണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആസിഡുകൾക്ക് എക്സാമ്പിൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത് 2 ആളുകളുണ്ട്, 3 ആളുകളാണ് ജനറലി. ഒന്നാമത്തെ ആള് അറീനിയസിന്റെ അഭിപ്രായത്തിൽ ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ബേസുകൾ. ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്. H+ വിട്ടുകൊടുക്കുന്നവരെ ആസിഡുകൾ എന്ന് വിളിക്കാം. എന്നാലോ ബേസുകൾ എന്ന് പറയുന്നത് OH- കൊടുക്കുന്നവരാണ്. അപ്പൊ ഒരു ലായനിയിൽ H+ കൊടുക്കുന്നവരെ ആസിഡുകൾ എന്നും ഒരു ലായനിയിൽ OH- കൊടുക്കുന്നവരെ ബേസുകൾ എന്നും പറയാം. ക്ലിയർ ആണോ? അപ്പൊ ആസിഡുകൾ ബേസുകൾ എന്ന് പറയുന്നവരെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. A എന്നും B എന്നും മാത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആസിഡ് ബേസ്. അടുത്ത ആള് ആസിഡ് ബേസിനെ കുറിച്ച് നിർവചനം തന്നിട്ടുള്ള രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ലോറി ബ്രോൺസ്റ്റഡ്. 2 പേരാണ് ലോറി ബ്രോൺസ്റ്റഡ്. ഈ ലോറി ബ്രോൺസ്റ്റഡ് തിയറി പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലായനിയിൽ H+ കൊടുക്കുന്നവരാണ്. എന്നാൽ ബേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ H+നെ വാങ്ങുന്നവരാണ്. H+നെ വാങ്ങുന്നവർ. ഇവിടെ ബാക്കിയെല്ലാം കൊടുക്കുന്നവരാണ് ഡോണേഴ്സ്. ഞാൻ ഡോണേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതാം. ഡോണേഴ്സ്. ഓക്കെ, ഇനിയാണ് ആര് വരുന്നത്? നമ്മുടെ ലൂയിസ് വരുന്നത്.
ലൂയിസിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇതുവരെ പറഞ്ഞ സാധനം, ഇതുവരെ ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൊടുക്കുന്നവരായിരുന്നു. എന്നാൽ ലൂയിസിന്റെ അഭിപ്രായത്തിൽ ആസിഡുകൾ എന്ന് പറയുന്നത് വാങ്ങുന്നവരാണ്. എന്ത് വാങ്ങുന്നവർ? ഇലക്ട്രോൺ പെയേഴ്സ്, ഇലക്ട്രോൺ ജോഡി വാങ്ങുന്നവർ. അപ്പൊ ഇലക്ട്രോൺ വാങ്ങുന്നവർ. അപ്പൊ ഇതുവരെ H+ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആസിഡ് എന്ന് പറഞ്ഞിരുന്നത്. ലൂയിസ് പറയുന്നത് ലൂയിസിന്റെ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ നിർവചനം അനുസരിച്ച് ആസിഡിനെ നിർവചിക്കുന്നത് ഇലക്ട്രോണിന്റെ അടിസ്ഥാനത്തിലാണ്. ഇലക്ട്രോണിനെ വാങ്ങുന്നവർ ആസിഡുകളും ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ ബേസുകളുമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ. സോ പ്രസ്താവന രീതിയിൽ നമുക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ഡെഫിനിഷനും നിങ്ങൾക്ക് തന്നത്. ഒരു പക്ഷേ ഇതൊരു പ്രസ്താവനയായിട്ട് ഡെഫിനിഷൻ നമുക്ക് വന്നുകൂടായികയില്ല. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും നിങ്ങൾക്ക് ഇനി സമയമില്ല, കൂടുതലായിട്ട് പഠിക്കാനില്ല. അപ്പൊ കുറച്ച് എക്സാമ്പിളുകൾ അങ്ങ് പഠിച്ചു വെക്കുക. ലൂയിസിന്റെ ആസിഡിനും ലൂയിസിന്റെ ബേസിനും കുറച്ച് എക്സാമ്പിളുകൾ അങ്ങ് പഠിച്ചു വെക്കുക. സാധാരണയായിട്ട് അതിലപ്പുറത്തേക്ക് ചോദ്യങ്ങൾ വരാറില്ല. ഓക്കെ, ഏതൊക്കെയാണ് ആ പഠിക്കേണ്ട എക്സാമ്പിളുകൾ? ദാ പിടിച്ചോ, ഇപ്പൊ പഠിച്ചോ. ആദ്യം അലൂമിനിയം ക്ലോറൈഡ്. സാധാരണയായിട്ട് വരുന്ന സാധനം എന്താണെന്നറിയോ? BCl3. പിന്നെ വരുന്ന സാധനം BF3. പിന്നെ വരുന്നത് BH3. ഇങ്ങോട്ടേക്ക് പോണ്ട, നമുക്ക് ബേസ് എഴുതണ്ടേ. BH3. പിന്നെ വരുന്നത് സിങ്ക് ക്ലോറൈഡ് ZnCl2. ഇത്രയും എക്സാമ്പിളുകൾ എന്തായാലും പഠിച്ചിരിക്കാം. അലുമിനിയം ക്ലോറൈഡ്, BCl3, BF3, സിങ്ക് ക്ലോറൈഡ്, അതുപോലെ BH3. ഇതെല്ലാം ലൂയിസ് ആസിഡുകളാണ്. ഇവരുടെ ഒക്കെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഷോർട്ട് ആണ്. സോ ആ ഇലക്ട്രോണിനെ ഇവർക്ക് തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇലക്ട്രോണിനെ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നതാണ്. അപ്പൊ അതുപോലെ ഇലക്ട്രോൺ ഷോർട്ടായി നിൽക്കുന്ന വേറെ ആര് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൂയിസ് ആസിഡ് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയാം, H+, Na+. ഇവരൊക്കെ പ്ലസ് ആയത് എന്തുകൊണ്ടാ? ഇവരെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയത് കൊണ്ടാ. അപ്പൊ തക്കം കിട്ടിയ ഒരു ഇലക്ട്രോണിനെ വാങ്ങും. സോ അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ലൂയിസ് ആസിഡുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും ആളുകളെയാണ് ലൂയിസ് ആസിഡുകൾ. ഞാന് ഒന്നിച്ച് ഇതിൽ തന്നെ ഒരു കുടക്കീഴിൽ എല്ലാരും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉള്ള സ്ഥലത്ത് എങ്ങനെയൊക്കെയോ എല്ലാരെയും കുത്തിക്കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പൊ ലൂയിസ് ആസിഡുകൾ പഠിച്ചല്ലോ. ഇനി ലൂയിസ് ബേസുകൾക്ക് ഉദാഹരണം കൂടി പഠിക്കാം. ലൂയിസ് ബേസുകൾ. ഓക്കെ, ലൂയിസ് ബേസുകൾക്ക് ഉദാഹരണം. ഒരു ഇലക്ട്രോൺ കയ്യിൽ അധികമായി വരുന്നവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ലൂയിസ് ബേസുകൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ കയ്യിൽ അധികമുള്ള ആളുകളാണ് NH3, H2O, Cl-, O2-. കണ്ട, ഇവരൊക്കെ കയ്യിൽ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അമോണിയയുടെ കയ്യിലും അതുപോലെ തന്നെ ജലത്തിന്റെ കയ്യിലും ഒക്കെ ഒരു ഇലക്ട്രോൺ പെയർ അല്ലെ, ജലത്തിനാണെങ്കിൽ 2 ഇലക്ട്രോൺ പെയറുകൾ ഇവരുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ലൂയിസ് ബേസുകൾ. സോ പഠിക്കാൻ എത്ര തന്നെ സമയമില്ല എന്നുണ്ടെങ്കിലും ഈ എക്സാമ്പിളുകൾ മാത്രം ഒന്ന് വിഴുങ്ങി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ലൂയിസ് ബേസുകളാണ്, മാറിപ്പോകരുത്. സോ ഏകദേശം ഇതൊരു ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ലൂയിസ് ആസിഡുകളെയും ബേസുകളെയും കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? BCl3. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, നമുക്ക് അധികം സമയമില്ല. ചുവടെ ചേർത്തിരിക്കുന്ന ഏതവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ വരണം. കാരണം രാസസന്തുലനം എന്ന് പറയുന്ന +2 ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ രാസസന്തുലനം എന്ന് പറയുന്ന അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠത്തിലെ KC എന്താണ്, QC എന്താണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക. രാസസന്തുലനത്തിലിരിക്കുമ്പോൾ എടുക്കുന്ന റേറ്റ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ KC എന്ന് പറയാം. അതായത് അഭികാരങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളാവുകയും ഉൽപ്പന്നങ്ങൾ പ്രവർത്തിച്ച് അഭികാരകങ്ങളാവുകയും ചെയ്യുന്ന രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളാകുന്ന അതേ റേറ്റ്, അതേ വേഗതയിലാണ് ഉൽപ്പന്നങ്ങൾ പ്രവർത്തിച്ച് അഭികാരകങ്ങളാകുന്നത് എങ്കിൽ ആ രാസപ്രവർത്തനം രാസസന്തുലനാവസ്ഥയിലാണ് എന്ന് പറയാം.
രാസസന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോഴുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് നമ്മൾ KC എന്ന് പറയാം. ഇനി QC എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് ഒരു സാധനം വേവിക്കാൻ വെച്ചിട്ട് ഇത് വെന്തോ 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 എന്ന് തുറന്നു നോക്കുന്നത് പോലെ ഇടക്കിടക്കൊക്കെ എടുത്ത് ഇന്ന സമയമൊന്നുമില്ല, ഇടക്കിടക്ക് എടുത്ത് ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് QC എന്ന് പറയാം. അപ്പൊ KC കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? അഭികാരകങ്ങളിലെ നമ്മൾ ആദ്യം മുകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗാഢത ഡിവൈഡഡ് ബൈ അഭികാരകങ്ങളുടെ ഗാഢത, ഇത്ര സമയം കൊണ്ട് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് രാസപ്രവർത്തനത്തിന്റെ വേഗത. സോ രാസപ്രവർത്തനത്തിന്റെ വേഗത എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തും ഈക്വൽ ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത്രയൊന്നും നിങ്ങൾക്ക് ഇനിയിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ആദ്യം മുതൽ പഠിക്കാനൊന്നും ആവുന്നില്ലെങ്കിലും നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. പുരോപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള പ്രവർത്തനമാണല്ലോ അല്ലെ? പുരോഗതി, മുന്നോട്ടേക്കുള്ള പ്രവർത്തനം. നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നിൽക്കുന്ന ക്യൂ വലിയ ക്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇന്നൊന്നും നടക്കൂല, ഇത് നടപടിയാവുന്ന ലക്ഷണമില്ല എന്നും പറഞ്ഞ് നമ്മൾ തിരിഞ്ഞ് പുറകോട്ടേക്ക് പോകൂലേ? അവിടെ പിടിച്ചോ. ക്യൂ വലുതാണെങ്കിൽ പശ്ചാത്തലം, പുറകോട്ടേക്ക്. ഇനി അതല്ല, നോക്കുമ്പോ ക്യൂ വളരെ ചെറുതാണ്, ആഹാ, നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയി നിൽക്കും അല്ലെ? അപ്പൊ ക്യൂ ചെറുതാണെങ്കിൽ പുരോപ്രവർത്തനം. അത്രമാത്രം ക്യൂ വെച്ചിട്ട് ആലോചിക്കുക. നമ്മൾ നിൽക്കുന്ന ക്യൂ, ആ ക്യൂവിന്റെ എന്താ പറയാ, സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താണോ? QUEUE. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ, LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. QUEUE, അതാണ് നിൽക്കട്ടെ. ക്യൂ വലുതാണെങ്കിൽ നമ്മൾ റിട്ടേൺ അടിക്കും, അതായത് പശ്ചാത് പ്രവർത്തനം. ക്യൂ ചെറുതാണെങ്കിൽ നമ്മൾ ക്യൂവിൽ പോയി നിൽക്കും, പുരോപ്രവർത്തനം. ഇവിടെ എന്താ ചോദിച്ചത്? പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്. പുരോപ്രവർത്തനം നടക്കണമെങ്കിൽ ക്യൂ ചെറുതാവണ്ടോ? അപ്പൊ ഇതിൽ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ A is the right answer. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു രാസസന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുന്നതാണ് KC. ഇനി ഇടയ്ക്കിടെ അങ്ങനെ കറക്റ്റ് ടൈം ഇല്ലാതെ ഇവരുടെ മോളാർ വ്യാപ്തം വെച്ചിട്ട് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അതിനെയാണ് QC എന്ന് പറയാം. ശരി, പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. KC is equal to QC എന്ന് വന്നാലോ? KC is equal to QC എന്ന് പറഞ്ഞാലോ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ രാസപ്രവർത്തനം ഇക്വിലിബ്രിയത്തിലെത്തി, രാസ സന്തുലനത്തിലെത്തി എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണ്. ഇതൊക്കെ നമ്മൾ +1 +2 NCERT ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസന്റ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു. ഇതും NCERTയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, മെറ്റലർജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. ഓക്കെ, സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഈ വീഡിയോ തന്നെ കണ്ടിട്ടുള്ള ആളാണ്. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന സാധനം കേട്ടോ. സിങ്ക് സൾഫൈഡിനെയാണ് സിങ്ക് ബ്ലെൻഡ്. ഇത് സിങ്കിന്റെ അയിര, സിങ്ക് ബ്ലെൻഡ്. അതേപോലെ തന്നെ ലെഡ് സൾഫൈഡ്, ലെഡിന്റെ അയിരാണ് ലെഡ് സൾഫൈഡ്. ഇതിനെ നമ്മൾ ഗലീന എന്ന് പറയും. ഗലീന ലെഡിന്റെ അയിര. ഇനി സൾഫൈഡ് അയിരുകൾ, പൊതുവെ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി ഏതാണെന്ന് അറിയോ? പ്ലവന പ്രക്രിയയാണ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി പ്ലവന പ്രക്രിയയാണ്. സിംപിളി പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അയിരിനെ അതിൽ ഒരു ജലത്തിലേക്ക് ഇടുന്നു, ഇത്തിരി പൈൻ ഓയിൽ ഒഴിക്കുന്നു, നമ്മൾ അങ്ങ് സ്റ്റിർ ചെയ്യുന്നു. അപ്പൊ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് സൾഫൈഡ് അയിരുകൾക്കൊക്കെ സാന്ദ്രത കുറവായതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഒരു പക്ഷെ ഇങ്ങനെയും ചോദിച്ചേക്കാം, പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന്. അയിരുകളുടെ സാന്ദ്രത കുറവും അപദ്രവ്യങ്ങളുടെ സാന്ദ്രത, അതായത് അതിലെ മാലിന്യങ്ങൾ, അവരുടെ സാന്ദ്രത കൂടുതലുമാണെങ്കിലാണ് നമ്മൾ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. ഇനി സിങ്ക് സൾഫൈഡ് ആണെങ്കിലും ലെഡ് സൾഫൈഡ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രീകരിക്കാം. അപ്പൊ അതിലേക്ക് ഇത്തിരി പൈൻ ഓയിലൊക്കെ ഒഴിച്ചാൽ മതി. പക്ഷേ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും കൂടി മിക്സ് ചെയ്ത് വന്നാലോ? അതാണ് ഈ ചോദ്യം. അപ്പൊ ലെഡ് സൾഫൈഡും സിങ്ക് സൾഫൈഡും രണ്ട് സൾഫൈഡുകൾ കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സൾഫൈഡിനെ മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ എങ്കിൽ അപ്പൊ നമ്മൾ ചേർക്കുന്ന സാധനമാണ് ഡിപ്രസന്റുകൾ. ഡിപ്രസന്റുകൾ. ഓക്കെ, ഇതിൽ ഡിപ്രസന്റ് ആയി ഉപയോഗിക്കുന്ന സാധനം സോഡിയം സയനൈഡ് ആണ്. സോഡിയം സയനൈഡ്. സോഡിയം സയനൈഡ്.
ഇനി എന്താ ഈ സോഡിയം സയനൈഡ് ചെയ്യുന്നതെന്ന് ആലോചിക്കാം. സോഡിയം സയനൈഡിന് ലെഡ് സൾഫൈഡിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സോഡിയം സൾഫൈഡിന് ആരിഷ്ടമാണ്? ലെഡ് സൾഫൈഡിന് ഇഷ്ടമാണ്. അപ്പൊ ലെഡ് സൾഫൈഡിനെ മാത്രം ആ പതയോടുകൂടി പറ്റിപ്പിടിച്ച് മുകളിലേക്ക് പോകാൻ സമ്മതിക്കും. ആരിഷ്ടല്ല? സിങ്ക് സൾഫൈഡിന്. സോ സിങ്ക് സൾഫൈഡിനെ പതയിൽ പറ്റിപ്പിടിക്കുന്നതിൽ നിന്ന് തടയും. അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് തടയും. അപ്പൊ അങ്ങനെ രണ്ട് സൾഫൈഡ് അരികൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവയിൽ ഒരാളെ വേർതിരിക്കാനായിട്ട് നമുക്ക് ഡിപ്രസന്റുകൾ ഉപയോഗിക്കാം. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും കൂടി വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്രസന്റ് സോഡിയം സയനൈഡ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലിഗോ കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലെ. അതായത് ബയോ ഓപ്ഷൻസ് വന്നതൊന്ന് നോക്കൂ. ബയോ ഓർഗണൽ രസതന്ത്രം, അതുപോലെ തന്നെ വൈദ്യുത രസതന്ത്രം, ക്ലിക് രസതന്ത്രം, പ്രകാശ രസതന്ത്രം. ഇതിലേതാണ് ലിഗോ രസതന്ത്രം എന്ന് പറയുന്നത്? ഉത്തരം അറിയാവുന്നവരൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരം പറയാം. ലിഗോ രസതന്ത്രം എന്ന് പറയുന്നത് ക്ലിക് രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ലിക് രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഈ ഒരു കാര്യം പറയുമ്പോൾ, ക്ലിക് രസതന്ത്രം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് ഓർത്തിരിക്കാനുണ്ട്. ഈ ക്ലിക് രസതന്ത്രത്തിനാണ് 2022 കെമിസ്ട്രിക്കുള്ള നോബൽ കിട്ടിയത്. 2022 കെമിസ്ട്രിക്കുള്ള നോബൽ കിട്ടിയത് ക്ലിക് രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ഇവരുടെ പേര് 3 പേരുണ്ട് അല്ലേ. സാധാരണ ഈ നോബലൊക്കെ ഒരാൾക്ക് കിട്ടിയാൽ മതിയെന്ന് നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുന്ന ഒരാളെ പേര് പഠിച്ചാൽ മതിയല്ലോ. എന്നാൽ ഇവിടെ നമുക്ക് 3 പേരുടെ പേര് ഓർത്തിരിക്കണം. ഈ 3 പേരുടെ പേര് ഓർത്തിരിക്കണമെങ്കിൽ ഒരു പെൻസിൽ ക്ലിക്ക് ചെയ്യുന്നതായിട്ട് ഓർക്കുക. ഓക്കെ, ഒരു പെൻസിൽ. ആരൊക്കെയാണ് ആ പേരുകൾ എന്നൊന്ന് നോക്കാം. ആദ്യം കരോളിൻ ബെർട്ടോസി. ഇപ്പൊ തന്നെ പഠിച്ചു പോവേ, ഇനി നമുക്കിതൊന്നും പഠിക്കാനുള്ള സമയമില്ല. കരോളിൻ ബെർട്ടോസി, അതുപോലെ തന്നെ മോർട്ടൻ മെൽഡൻ, നിങ്ങൾക്ക് ഞാനിങ്ങനെ ഇടക്കിടക്ക് മൂക്ക് വലിക്കുന്ന ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? അടുത്തത് ഷാർപ്ലെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പെൻസിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പെൻസിലുമായി ബന്ധപ്പെട്ട് ഈ 3 പേരുകൾ നമുക്കൊന്ന് ഈസി ആയിട്ട് പഠിക്കാം. മൻസൂർ സാർ പറഞ്ഞു തന്നിട്ടുള്ള കോഡ് തന്നെയാണ്. അതായത് പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൊന ഒടിഞ്ഞു പോകും. മൊന ഒടിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും ഷാർപ്പാക്കണം. പക്ഷെ ഷാർപ്പാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെല്ലെ മെല്ലെ ഷാർപ്പാക്കണം. ഇല്ലെങ്കിൽ അത് പൊട്ടി 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 ആകപ്പാടെ വെറുത്തു പോകും. അപ്പൊ എന്താ ചെയ്യണം? പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ മെല്ലെ മെല്ലെ ഷാർപ്പ് ചെയ്തില്ലെങ്കിൽ ആകെ വെറുത്തു പോകും. ഇതന്നെ പണി. കൂർപ്പിക്കുന്നു പൊട്ടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ അപ്പൊ ക്ലിക്ക് രസതന്ത്രം ആലോചിക്കുക. പെൻസിലുമായി ക്ലിക്ക് ചെയ്യുന്നത് 2022 കെമിസ്ട്രി നോബൽ പ്രൈസ് ആണ് ഇതിന് കിട്ടിയത് എന്ന് ഓർക്കുക. ഇനി ഇത് കിട്ടിയത് കരോളിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ ആൻഡ് ഷാർപ്ലെസ്. ഓക്കെ, ഇനി ഷാർപ്ലെസിന്റെ പേരിന്റെ കൂടെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക. ഇയാൾക്ക് 2ാം തവണയാണ് കെമിസ്ട്രിക്കുള്ള നോബൽ കിട്ടുന്നത്. ഇപ്പൊ 2ാം തവണ നോബൽ കിട്ടുന്ന റെയർ ആളുകളിൽ ഒരാളാണ് ഷാർപ്ലെസ്. ഇത്രയും പോയിന്റുകൾ അവിടെ നിന്ന് ഓർത്തു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം അറിയാമോ? ഞാൻ പറയാം, പലേഡിയം. ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടർ, ഓട്ടോമൊബൈലിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലെ പാർട്സുകൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും വില കൂടിയ ഭാഗങ്ങളിൽ ഒന്നാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ധനങ്ങൾ കത്തിക്കഴിയുമ്പോൾ അതിന്റെ കൂടെ വരുന്ന വിഷവാതകങ്ങൾ നേരെ പുറം തള്ളുന്നതിന് മുമ്പ് അവയെ ഒന്നുകൂടി ഓക്സീകരിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുറത്തേക്ക് വിടുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഭാഗമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടർ. ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് പലേഡിയം. ഇത് കൂടാതെ പ്ലാറ്റിനവും ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി വില കൂടുതലായതുകൊണ്ട് പലേഡിയമാണ് ഉപയോഗിക്കാറ്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ 2023 NCA എക്സാമിലെ മുഴുവൻ കെമിസ്ട്രി ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തത്. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ നഷ്ടമായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ അതിനോട് കൂടെ എന്നാലാകുന്ന രീതിയിൽ മാക്സിമം എക്സ്പ്ലനേഷൻ കൂടി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.